നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. എന്റെ മോളുടെ കല്യാണം നടത്താതെ ദേവികയുടെ കല്യാണം നടത്താൻ പോവല്ലേ? എങ്കിൽ അതൊന്ന് കാണണമല്ലോ എനിക്ക്. മുത്തശ്ശൻ, ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ. ആരാ ഇപ്പൊ ഈ സമയത്ത് ഒരു ആലോചന കൊണ്ടുവന്നേ? അത് മാട്രിമോണിയിൽ ഒഴുകുന്ന ആലോചനയാ. മാട്രിമോണിയിലോ? ഞാനതിൽ രജിസ്റ്റർ ചെയ്തിട്ടൊന്നുമില്ല. മുത്തശ്ശനാണോ രജിസ്റ്റർ ചെയ്തത്? ഞാൻ ചെയ്തതൊന്നുമല്ല. ഗോപിയുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ എന്റെ ചിന്ത എന്നെ കുറിച്ചായിരുന്നു. എത്രയും പെട്ടെന്ന് നിന്റെ വിവാഹം നടത്തണമെന്ന് എനിക്ക് തോന്നി. ഞാനത് ശ്രീകലയോട് പറഞ്ഞു. അവളാ അവിടെ ഇരുന്ന് നിന്റെ പേരും മറ്റു കാര്യങ്ങളും മാട്രിമോണിയിൽ രജിസ്റ്റർ ചെയ്തത്. അല്ല മുത്തശ്ശ, ഗോപിക ഈ അവസ്ഥയിൽ കിടക്കുമ്പോ ഇതൊക്കെ നടത്താന്ന് വെച്ചാ അതെങ്ങനെയാ? ഇതൊന്നും ശരിയാവില്ല. എനിക്കിപ്പോ ഈ ആലോചനയെ കുറിച്ച് ചിന്തിക്കാനേ പറ്റില്ല. മോളെ, അതിനിപ്പൊ തന്നെ കല്യാണം നടത്തുന്നില്ലല്ലോ. അവര് വന്ന് പെണ്ണ് കണ്ടെടുപ്പിക്കോളും. മുത്തശ്ശ, മോളെ, ഞാൻ അവരോട് പറഞ്ഞു പോയി. ഇനി അവരെ വിളിച്ച് മാറ്റി പറയാന്ന് വെച്ചാ പറഞ്ഞ സ്ഥിതിക്ക് അവരൊന്ന് കാണട്ടെ. നല്ലതാണെങ്കിൽ നമുക്ക് ഉറപ്പിച്ചു വയ്ക്കാം. നീ കൂടുതലൊന്നും ആലോചിക്കണ്ട. ഏറിയാൽ ഒരു അരമണിക്കൂർ, അത് കഴിഞ്ഞ് അവരങ്ങ് വയ്ക്കുള്ളൂ. അയ്യോ മുത്തശ്ശൻ, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക്. ഇപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ കൊള്ളാലോ. അനിയത്തി ഭരണക്കിടക്കയിൽ കിടക്കുമ്പോ തന്നെ ചേച്ചിയുടെ പെണ്ണ് കാണൽ ചടങ്ങ് നടത്തണം. ഇത് എവിടുത്തെ മര്യാദയാ? ആരെങ്കിലും കേട്ടാ തന്നെ എന്ത് പറയോ അച്ഛാ? സുലോചനെ, വേണ്ട. അരുതാത്ത വർത്തമാനം പറയാൻ നിൽക്കണ്ട നീ. മുത്തശ്ശ, കൊള്ളാം. എല്ലാവർക്കും അവരവരുടെ കാര്യത്തിൽ മാത്രമല്ലേ പ്രാധാന്യമുള്ളൂ. എന്റെ മോളുടെ കല്യാണം മുടങ്ങിയിട്ട് അവൾ ഇവിടെ മനസ്സൊരുക്കി കഴിഞ്ഞിട്ട് ആർക്കും ഒരു വിഷമമില്ലല്ലോ. വിഷമമില്ല നീ പറഞ്ഞാൽ മതിയോ? വിഷമമുണ്ട്. ആ വിഷമം നീ നിന്റെ മോളും കൂടെ വരുത്തി വെച്ചതല്ലേ? നിന്റെ മോളുടെ കല്യാണം നടത്താൻ വേണ്ടി നിങ്ങൾ കാണിച്ച നെറുകേടുകൾ മുഴുവൻ മറന്ന് സ്വന്തം കൂടപ്പുറപ്പിന്റെ സങ്കടം പോലും കണ്ടില്ലെന്നടിച്ച് കൂടെ നിന്നവളാ ദേവിക. അത് നീ മറക്കരുത്. നീ നിന്റെ നാവടക്കി വെച്ചു. ഇല്ലെങ്കിൽ ഞാൻ വല്ലതും പറഞ്ഞു പോകും. മോളെ, നീ അതൊന്നും കേട്ട് വിഷമിക്കണ്ട. നീ വന്നേ, ഇങ്ങോട്ട് വന്നേ. നടക്കാങ്ങോട്ട്. എന്റെ മോളുടെ കല്യാണം നടത്താതെ ദേവികയുടെ കല്യാണം നടത്താൻ പോവല്ലേ? എങ്കിൽ അതൊന്ന് കാണണമല്ലോ എനിക്ക്. മലക എന്ന് ഇനി വീട്ടിലേക്ക് വരണേ? മലക പെട്ടെന്ന് വീട്ടിലേക്ക് വരണേ. മലകയും വരുന്നത് കാത്തിരിക്കോ കൂട്ടൻ. മലയ്ക്കത് മനസ്സിലാവണല്ലേ? ഇനി ഞാൻ പ്രാർത്ഥിക്കാത്ത കാരണാണോ മലക വരാത്തെ? അന്ന് ഞാൻ ഇപ്പൊ തന്നെ പ്രാർത്ഥിക്കാട്ടോ. പക്ഷെ പ്രാർത്ഥിച്ച അപ്പൊ തന്നെ മലക പ്രത്യക്ഷപ്പെടണം. പിന്നെ എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്താന്നറിയോ? മലാഖ ഇവിടെ വന്ന പിന്നെ മലാഖയെ കുട്ടൻ എവിടേക്കും വിടില്ല. ഇങ്ങനെ ചേർത്ത് പിടിക്കുവേ. ഞാനേ മലാഖയെ വരുത്താൻ പ്രാർത്ഥിക്കട്ടെ. വേഗം വന്നിട്ടോ, പറ്റിക്കല്ലേ.
1 2 चा 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 1 2 चालस्य मलगे वा एंजले वा वा मलगे वा एंजले वा मलगे वा मलगे वा एंजले वा അയ്യോ അയ്യോ എന്റെ മാലാക എന്റെ മാലാക ചെറിയ ചെറിയ പിടിക്ക് പിടിക്ക് ചെറിയ പേപ്പർ പിടിക്ക് എന്റെ മാലാകയാ പേപ്പറോ? അത് പിടിക്ക് എന്റെ ചിത്രം ഞാൻ വരച്ചതാ എന്റെ മാലാകയത് മാലാകയോ? മാലാകയുടെ ചിത്രവും ഇവന്റെ മാലാകാരൻ ഇപ്പൊ അറിയാലോ. ചിരച്ചി പിടിക്ക് പിടിക്ക് ചെറിയച്ച പിടിക്ക് പിടിക്ക് വേം പിടിക്ക് പിടിക്ക് ചിരച്ച ചിരച്ചി പിടിക്ക് 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 വേം പിടിക്ക് ചിരച്ചി പിടിക്ക് മാലാക എന്നിട്ട് ഓടിക്കല്ലേ. അയ്യോ ഇതെന്താ ചെളിവിലുണ്ട മാലാകയോ? നോക്കട്ടെ നോക്കട്ടെ ഞാൻ നിന്റെ മാലാക ഒന്ന് കാണട്ടെ. നോക്കട്ടെ സിദ്ധു കാണട്ടെ. എന്നെ വീട്ട് ഞാൻ നോക്കട്ടെ സിദ്ധു മോനെ സിദ്ധു കരയാതെ പോട്ട് മോനെ. എന്റെ എന്തിനാ മാലാക കരയുന്നെ? പോയി ഞാൻ ഈ പേപ്പർ താഴെ വന്നപ്പോ ചെറിയച്ചനോട് പിടിക്കാൻ പറഞ്ഞല്ലേ ചെറിയച്ചൻ കാരണം ഈ പേപ്പർ ഇങ്ങനെ ചെറിയച്ചൻ കാരണം ഈ പേപ്പർ ഇങ്ങനെ മോനെ അത് എന്റെ നെഞ്ചത്തോട്ട് കയറിക്കോ. അവിടുന്ന് കാറ്റത്ത് പറന്ന് വന്ന് ചെളി വന്ന് വീണേന് എന്റെ നെഞ്ചത്തോട്ട് കയറിക്കോ. എടാ മോനെ ഇത് വേറെ ഒരു പടമല്ലേ, നമുക്ക് വേറെ വരയ്ക്കാലോ. നിങ്ങൾ ആരും ഇനി ഒന്നും പറയണ്ട. എന്തൊരു കാര്യം ചെയ്യ്, നീ പുള്ളി ഞാൻ തിന്നു പൊക്കോ എല്ലാരും പൊക്കോ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.